Sweta, Lakshmi, welcome to Lalsila. Thank you. ലക്ഷ്മി ചേച്ചി, കീർത്തി ചക്ര എന്ന സിനിമയെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സിനിമയുടെ ഓർമ്മകൾ, ലാലേട്ടനുമൊത്തുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ രവിയേട്ടൻക്ക് ഞാൻ താങ്ക് യു പറയണം. കാരണം അതൊരു ചെറിയ റോളായിരുന്നു, പക്ഷേ ഇത്ര മെമ്മറബിൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പിക്നിക് പോലെ അവിടെ പോയതാണ്. ബിക്കോസ് രവിയേട്ടൻ വിളിച്ചോൻ പറഞ്ഞു ഒരു 5 days റോളാണ്, യു വിൽ ഹാവ് ഫൺ, ജസ്റ്റ് കം ലെറ്റ്സ് ഹാവ് ഫൺ എന്ന്. ആൻഡ് ഓഫ് കോഴ്സ് ടു ആക്ട് വിത്ത് ലാലേട്ടൻ അത് ഒരു ചോയ്സേ അല്ല, നമുക്ക് ജസ്റ്റ് പോകണം, അത്രേ ഉള്ളൂ. ബട്ട് ഐ ഹാവ് വെരി ഫോണ്ട് മെമ്മറീസ്. മേജർ മഹാദേവന് ഭയങ്കര ത്രെട്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് ശ്വേത ചെയ്തത്. ഹ്യൂമൻ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റിന്റെ ഒരു റോളായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, രവി വീട്ടിൽ വന്നിട്ടാണ് ഈ റോളിന് ഓഫർ ചെയ്ത്, ശ്വേതനെ ഇത് ചെയ്യണം, ഫോജീൻ്റെ മോളല്ലേ, അപ്പോൾ എന്തായാലും ശ്വേതയ്ക്ക് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന്. എയർഫോഴ്സ് ഓഫീസർ. അപ്പോൾ അത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഐ വാസ് വെരി എക്സൈറ്റഡ്. ബിക്കോസ് ഒന്നാണെങ്കിൽ ഞാൻ കശ്മീർ, ശ്രീനഗറിൽ അച്ഛൻ്റെ കൂടെ ഞാൻ ചെറിയ കുഞ്ഞായിട്ട് പോയിട്ടേ ഉള്ളൂ. സോ എൻ്റെ ഓർമ്മയിലൊന്നും അത്രയൊന്നും ഇല്ല. അപ്പോൾ ഫോർ മീ ദിസ് വാസ് ലൈക്ക് എ റീലിവിങ് ദ മെമ്മറി. സോ അതിന് ഒബ്വിയസ്ലി ദാറ്റ് ടൈം ഓൾസോ ഐ സെഡ് താങ്ക് യു. ശ്വേത, one more question. You are in ശ്വേത വളർന്നതും പഠിച്ചതും ഒക്കെ ഈ ഒരു ഫ്രട്ടേണിറ്റിക്ക് അകത്ത് നിന്നിട്ടാണ്. ഒരു എയർഫോഴ്സ് ഓഫീസറുടെ മകളായിരുന്നു. ഹൗ ഡു യു റേറ്റ് കീർത്തി ചക്ര ആസ് എ മൂവി? ഐ തിങ്ക് ഞാൻ സിനിമ സൈൻ ചെയ്തപ്പോൾ ആദ്യം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, അച്ഛാ ഞാൻ മേജർ രവീൻ്റെ കൂടെ കീർത്തി ചക്രന് വേണ്ടി ശ്രീനഗർ ആൻഡ് കശ്മീർ പോവുകയാണ്. സോ ഹീ വാസ് സോ പ്രൗഡ്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി എന്തായിരുന്നു? We shot that climax sequence, that hut in that mountain. ആ മൗണ്ടനിലുള്ള വീട് ഒരു കശ്മീരി ഹൗസ്. ആ വീട് സെറ്റ് ഇട്ടിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ, ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരു മിലിറ്റൻറ്റ് പാകിസ്ഥാനിൽ പോയിട്ട് ട്രെയിനിങ് ചെയ്ത് വന്നിട്ടുള്ളത് ആ വില്ലേജിൽ നിന്നാണ്, മാഗം വില്ലേജ് എന്ന് പറയും. ഞാനത് സെറ്റ് ഇടുന്ന സമയത്ത് എനിക്കറിയാം മാഗം ഈസ് എ പ്രോബ്ലം ഏരിയ എന്നുള്ളത്. ആ മിലിറ്റൻസ് വരുന്നതും റേപ്പ് ചെയ്യുന്നതും സീക്വൻസും മുഴുവൻ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനിൽ നിന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങളുടെ ഇത്രയും ആളുകളുടെ ഇത്. ഒരു ദിവസം ലാൽ സാർ വന്നു. ലാൽ സാർ എൻ്റെ അടുത്ത് ഒരു പേപ്പറായിട്ട്, അപ്പം ഞാൻ ആ ന്യൂസ് ഞാൻ കണ്ടിരുന്നു കാലത്ത്. ഞാൻ പറഞ്ഞു ലാൽ സാറിനെ ഈ ന്യൂസ് കാണിക്കരുതെന്ന്. കാലത്ത് കൃത്യമായിട്ട് ഒരുത്തൻ, പലരുണ്ടല്ലോ ഈ വളരെ ഓവർ എൻത്യൂസിയാസ്റ്റിക് ആയിട്ട് ലാൽ സാറിൻ്റെ അടുത്ത് നേരത്തെ കാലത്ത് കൊണ്ടിട്ട് പേപ്പർ കൊണ്ടിരുന്നു. സാർ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജ് ന്യൂസ് കണ്ടോന്ന്. മേജർ രവി ഈസ് ബാക്ക് ടു ദ വാലി ഫോർ ഷൂട്ടിംഗ്, നോട്ട് വിത്ത് AK-47 ബട്ട് ക്യാമറ എന്നുള്ളതാണ് ഹെഡ്ലൈൻ. ഇറ്റ് വാസ് എൻ ഇൻഡിക്കേഷൻ ടു ദ മിലിറ്റൻസ് ദാറ്റ് ഇവിടെ ഉണ്ട് സ്ഥലം, നിങ്ങൾ വേണമെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്തോ എന്നുള്ള ഇൻഡിക്കേഷൻ കൊടുക്കാനാണ് ന്യൂസ് പേപ്പറിൽ. അപ്പോൾ ഞാൻ ലാൽ സാറിനെ കാണിക്കേണ്ടെന്ന് പറഞ്ഞു. ഒരു 9 മണിയായപ്പോൾ ലാൽ സാർ കയറിയാണ്, ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ലാൽ സാർ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാനും ചിരിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത രീതിയിൽ, ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ മൂപ്പറന്ന്, അണ്ണാ ആ പേപ്പർ ഉണ്ടാവുന്നു. ഞാൻ പറഞ്ഞു ആരെ കാണിച്ചെന്ന്. അല്ല ഞാൻ കണ്ടു പേപ്പർ. എന്താ അണ്ണ എന്താ പറയുന്നത്? എന്ത് പറയാം, നമ്മൾ ഷൂട്ട് ചെയ്യല്ലേ. ഇത്ര മനോഹരമായ ഒരു സിനിമ നിർമ്മിച്ച ചൗധരി സാറിന് നന്ദി, അദ്ദേഹത്തിൻ്റെ മകന് നന്ദി, ഇത് സംവിധാനം ചെയ്ത മേജർ രവിക്ക് നന്ദി, വീണ്ടും ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലൂടെ മേജർ മഹാദേവനെ വിറപ്പിച്ച ശ്വേതയ്ക്ക് നന്ദി, മേജർ മഹാദേവൻ്റെ ഭാര്യയായി വേഷമിട്ട ലക്ഷ്മി ഗോപാലസ്വാമിക്ക് നന്ദി.